നിത്യ, 10 ജന്മം ജനിച്ച് പരിഹാരം ചെയ്താലും ഞാൻ തന്നോട് ചെയ്ത പാപങ്ങൾ തീരില്ല. തന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഭ്രാന്ത് പിടിച്ച മനസ്സിൻ്റെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാ എത്ര വലിയ നഷ്ടമായിരുന്നു എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എന്റെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം നീ എത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുക എന്നുള്ളതാ. അതിനുവേണ്ടി എന്തിനും ഞാൻ തയ്യാറാ. എന്തൊക്കെ ഇവൻ കാണിച്ചു കൂട്ടുന്നേ? അവസരം ഒത്തുവന്ന ഇവൻ അവളെ കൊല്ലും, അതുറപ്പാ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓ ഭാഗ്യം. അസുഖം ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മിനിറ്റ്. ഹരി, എന്ത് പറ്റിയടാ? ഒന്നുമില്ല. അല്ല, നീതിപ്പ എങ്ങോട്ട് പോവുക? ഞാൻ പോവാ. ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ മറന്നു. അമ്മാവൻ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. കൺമുന്നിൽ കണ്ട ഒന്നും മറക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പെട്ടെന്ന് എന്ത് പറ്റി? പറഞ്ഞിട്ട് പോടാ. ഇവന്റെ ഒരു കാര്യം, ഇവനിതെന്താ പറ്റിയേ? നിത്യ, നിത്യ, സാറ വേണ്ട, എഴുന്നേക്കണ്ട. അപ്പൊ ഓർമ്മയുണ്ടല്ലേ നിനക്ക്? ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുമ്പോ ഇടയ്ക്കൊരു വിളിയൊക്കെ ആവുമായിരുന്നു നിനക്ക്. അമ്മ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ടെൻഷൻ കൂടിയിട്ടാന്നാ ഡോക്ടർ പറഞ്ഞത്. റെസ്റ്റും പറഞ്ഞു. സാറയ്ക്ക് വല്ലാത്തൊരു മാറ്റം അല്ലേ അമ്മേ? അത് കുറെ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തളർന്നാ ശരിയാവോ? ഹോസ്പിറ്റലൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാല് എന്തൊരു പാടാന്നേ. പിന്നെ ഞാൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിന്നെ ഇവിടെ കിടത്തില്ലായിരുന്നു. പകരം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ വിളിച്ചോണ്ട് പോവായിരുന്നു. അതോടുകൂടി ആ ഒരു ടെൻഷൻ അങ്ങനെ അങ്ങ് പോവായിരുന്നു. പുറത്തു പോവാനെന്നും പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വിള വിളിക്കും, വരില്ല. അല്ല, വന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം നടന്നാലും പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഞാനിപ്പോ വരാം.
ഞാൻ ആന്റിയോട് പറയായിരുന്നു. ഒരേ ഒരാൾ കാരണം എത്ര പേരാ കരയുന്നത്. ജീവൻ ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ. ജീവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെയോ? അതെ, കുറെ കാലം സുഖമില്ലാതെ കിടക്കായിരുന്നു. അമ്മയാ ആദ്യം കണ്ടത്. പിന്നെ സുഖമായപ്പോ വീട്ടിലേക്ക് വന്നു. എന്തൊക്കെയാ നീ പറയുന്നേ? ജീവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും ദൂരം വന്നത്? എന്നിട്ട് വീണ്ടും പഴയ ജീവനല്ല. അസുഖവും കിടപ്പും ഒക്കെ ജീവന് മാറ്റിയിട്ടുണ്ട്. ജീവനിപ്പോ നല്ലൊരു മനുഷ്യനാ സാറാ. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം, എന്തും പൊറുക്കാനും അറിയാം.